ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. നമ്മള് കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 40 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ 40 ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോ സംസ്കാരം, സാഹിത്യം, അതുപോലെ തന്നെ കായികം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഭാഗത്ത് നിന്ന് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കോഴിക്കോട് തളിക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിദ്വൽ സദസ് ഏതാണ്? കോഴിക്കോട് തളിക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിദ്വൽ സദസ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, രേവതി പട്ടത്താനമാണ്. രേവതി പട്ടത്താനമാണ് കോഴിക്കോട് തളിക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിദ്വൽ സദസ്. ആദ്യ മാമാങ്കം നടന്ന വർഷം ഏത്? ആദ്യ മാമാങ്കം നടന്ന വർഷം ഏതാണ്? AD ഏതാണ്? AD 829 ആദ്യത്തെ മാമാങ്കം നടന്നത്. AD 829 ആദ്യത്തെ മാമാങ്കം നടന്നത്. അടുത്ത ചോദ്യം, കശുവണ്ടി കേരളത്തിൽ എത്തിച്ചത് ആരാണ്? കശുവണ്ടി കേരളത്തിൽ എത്തിച്ചത് ആരാണ്? കശുവണ്ടി കേരളത്തിൽ എത്തിച്ചത് ആൻസർ ഓപ്ഷൻ ബി ആണ്, പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് കശുവണ്ടി കേരളത്തിൽ എത്തിച്ചത്. ചേരുംപടി ചേർക്കുക. സംഭവങ്ങൾ തന്നിട്ടുണ്ട്, വർഷങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് ചേരുംപടി? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നെ ചെക്ക് ചെയ്ത് നോക്കുക. കുണ്ടറ വിളംബരം, കുണ്ടറ വിളംബരം ഏതാണ് വരുന്നത്? ഏത് വർഷമാണ് കുണ്ടറ വിളംബരം? ആൻസർ 1809 കുണ്ടറ വിളംബരം നടന്നത് 1809. അടുത്തത് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ഏതാണ് വരുന്നത്? വൈക്കം സത്യാഗ്രഹം വരുന്നത് 1925. അടുത്തത് ഉപ്പു സത്യാഗ്രഹം 1930. മലയാളി മെമ്മോറിയൽ ആണെങ്കിലോ 1891. അപ്പൊ ഇതുപോലെ ചേരുംപടി ചേർക്കാനായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന സമരമേത്? ഏതാണ് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന സമരം? ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള. പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ് ആര്? പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആരാണ് പ്രാചീന മലയാളം രചിച്ചത്? ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം രചിച്ചത്. അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ അത്ഭുതമെന്നും ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്നുമെല്ലാം ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ആധുനിക കാലത്തെ അത്ഭുതമെന്നും ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്നുമെല്ലാം ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ സി ആണ്, ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ആരാണ്? ഡോക്ടർ പൽപ്പു. അടുത്തത്, കേരളീയ നവോത്ഥാനത്തിന് നാന്ദി കുറിച്ച് അരുവിപ്പുറം പ്രതിഷ്ഠ ഗുരുദേവൻ നടത്തിയത് എന്നാണ്? കേരള നവോത്ഥാനത്തിന് നാന്ദി കുറിച്ച് അരുവിപ്പുറം പ്രതിഷ്ഠ ഗുരുദേവൻ നടത്തിയത് എന്നാണ്? ഓപ്ഷൻ ബി ആണ്, 1888. എന്നാണ്? 1888 കേരളീയ നവോത്ഥാനത്തിന് നാന്ദി കുറിച്ച് അരുവിപ്പുറം പ്രതിഷ്ഠ ഗുരുദേവൻ നടത്തിയത്. കേരള കലാമണ്ഡലം സ്ഥാപിച്ചിരിക്കുന്ന ചെറുതുരുത്തി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചിരിക്കുന്ന ചെറുതുരുത്തി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, തൃശ്ശൂരിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചിരിക്കുന്ന ചെറുതുരുത്തി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം കാണുന്നത് ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ചിത്രം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം കാണപ്പെടുന്നത്. ഈ ഏറ്റവും വലിയ ചുവർ ചിത്രം എന്നൊരിത് ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പം വർക്കലയിലാണ് ഏത്
ഏറ്റവും വലിയ ചുവർ ചിത്രം. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന് ഇവിടെ എന്തില്ല, പ്രസക്തിയില്ല. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരം കൊട്ടാരത്തിൽ ഒരു ചിത്രമുണ്ട്. അതൊരു വലിയ ചുവർ ചിത്രമാണ്. അത് എവിടെയാണ്, ഏതാണ്, ആ ചിത്രത്തിന്റെ പേര് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആ ചിത്രത്തിന്റെ പേര്? ഗജേന്ദ്ര മോക്ഷം എന്നാണ്. എന്താണ്? ഗജേന്ദ്ര മോക്ഷം എന്നാണ്. മലബാർ മാനുവലിന്റെ കർത്താവ് ആര്? മലബാർ മാനുവലിന്റെ കർത്താവ് ആര്? ഓപ്ഷൻ ബി ആണ്, വില്യം ലോഗനാണ് മലബാർ മാനുവലിന്റെ കർത്താവ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്? കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം എഴുതിയത് ആരാണ്? കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം എഴുതിയത് P.K. ഗോപാലകൃഷ്ണനാണ്. P.K. ഗോപാലകൃഷ്ണനാണ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം എഴുതിയത്. അടുത്ത ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? കെ കേളപ്പനാണ്. ആരാണ്? കെ കേളപ്പനാണ്. മൂഷികവംശം എന്ന മഹാകാവ്യത്തിന്റെ കർത്താവ് ആര്? മൂഷികവംശം എന്ന് പറയുന്നത് ഭയങ്കര പ്രശസ്തമാണ്. ഈ മഹാകാവ്യത്തിന്റെ കർത്താവ് ആരാണ്? ആരാണ്? ഓപ്ഷൻ ബി ആണ്, തോലകവിയാണ്. തോലകവിയാണ് മൂഷികവംശം രചിച്ചത്. സെന്റ് തോമസ് കേരളത്തിൽ എത്തിയത് എന്നാണ്? സെന്റ് തോമസ് കേരളത്തിൽ എത്തിയത് എന്ന്? ഓപ്ഷൻ എ ആണ്, AD 52 സെന്റ് തോമസ് കേരളത്തിൽ എത്തിയത്. AD 52. ഏത് വേണാട് രാജാവിന്റെ കാലത്താണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്? ഏത് വേണാട് രാജാവിന്റെ കാലത്താണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്? ആൻസർ അയ്യനടികൾ തിരുവടികൾ. അയ്യനടികൾ തിരുവടികളുടെ സമയത്താണ്. പ്രാചീന കേരളത്തിൽ ഭരണാധികാരിയായിരുന്ന പെരുമാളെ നിയന്ത്രിക്കുന്ന ബ്രാഹ്മണ സംഘം ഏതാണ്? പ്രാചീന കേരളത്തിൽ ഭരണാധികാരിയായിരുന്നത് പെരുമാളാണ്. ഈ പെരുമാളിനെ നിയന്ത്രിക്കുന്ന ബ്രാഹ്മണ സംഘം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആര്? തളികളാണ്. തളികൾ. ആരാണ്? തളികൾ. നെക്സ്റ്റ് ചോദ്യം തളികളാണ്. സംഘകാലത്ത് സതി അനുഷ്ഠിച്ചിരുന്ന സ്ത്രീകളുടെ സ്മരണയ്ക്കായി സ്ഥാപിച്ച കല്ലുകൾ ഏത്? സംഘകാലത്ത് സതി അനുഷ്ഠിച്ചിരുന്ന സ്ത്രീകളുടെ സ്മരണയ്ക്കായി സ്ഥാപിച്ച കല്ലുകളാണ്. ഏതാണ് കല്ലുകള്? ഓപ്ഷൻ ഡി ആണ്, പുലച്ചിക്കല്ലാണ്. ഏതാണ്? പുലച്ചിക്കല്ല്. അടുത്ത ചോദ്യം ഇതാണ്. ഏതാണ്? അടുത്ത ചോദ്യം പറയുന്നതിന് മുന്നേ SCERT നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യണം. SCERT കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ SCERTക്കകത്തുള്ള ഓരോ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യണം. ആ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ അത്രയും നല്ലതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. LGS ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും, അത് ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ്, PDF നോട്ട്, വീഡിയോ ക്ലാസ് ഇൻക്ലൂഡ് മാത്സും അവൈലബിൾ ആണ്. അപ്പം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അത് മാത്രമല്ല, ഒരു 15 മോഡൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള യൂണിവേഴ്സിറ്റി LGSന്റെ മോഡൽ എക്സാംസും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സും PSC ബേസിക്സിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ മതി, നമ്മുടെ ആപ്പ് അതിൽ കാണാവുന്നതാണ്. അടുത്ത ചോദ്യം, കുണ്ടറ വിളംബരം നടന്ന വർഷവും തീയതിയും. കുണ്ടറ വിളംബരം നടന്ന വർഷവും തീയതിയും. ഏതാണ് വർഷവും തീയതിയും? ഓപ്ഷൻ സി ആണ്, 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. കേരളത്തിലെ ഏറ്റവും പ്രമുഖ ബുദ്ധ വിഹാര കേന്ദ്രം ഏതാണ്? കേരളത്തിലെ ഏറ്റവും പ്രമുഖ ബുദ്ധ വിഹാര കേന്ദ്രം ഓപ്ഷൻ ഡി ആണ്, ശ്രീമൂലവാസമാണ്. ഏതാണ്? ശ്രീമൂലവാസം. സോതി തിരുനാൾ മഹാരാജാവിന്റെ സദസ്യനായിരുന്ന സംഗീതജ്ഞൻ ആരാണ്? സോതി തിരുനാളിന്റെ സദസ്യനായിരുന്ന സംഗീതജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്, ഗോവിന്ദമാരാറാണ്. ആരാണ്? ഗോവിന്ദമാരാറ്. ദെൻ സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമയായ സാമൂഹിക പരിഷ്കർത്താവ് ആര്? സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമയായ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഷേഖ് സൈനുദ്ദീൻ മക്തൂം അറബി ഭാഷയിൽ എഴുതിയ കേരള ചരിത്ര ഗ്രന്ഥം ഏതാണ്? ഷേഖ് സൈനുദ്ദീൻ മക്തൂം അറബി ഭാഷയിൽ എഴുതിയ കേരള ചരിത്ര ഗ്രന്ഥമാണ് ഓപ്ഷൻ സി, തുഹ്ഫത്തുൽ മുജാഹിദീൻ. അപ്പൊ തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയതാരെന്നും ചോദിക്കും. ഷേഖ് സൈനുദ്ദീൻ ആണ് എഴുതിയത് തുഹ്ഫത്തുൽ മുജാഹിദീൻ.
ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യം നടന്ന ജനകീയ കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ജനകീയ കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. ഫോക്ലോർ എന്ന പദത്തിന് അർത്ഥമെന്ത്? ഫോക്ലോർ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എന്താണ്? ഓപ്ഷൻ സി ആണ്, ജനവിജ്ഞാനം എന്നാണ്. ജനവിജ്ഞാനം. മോയിൻകുട്ടി വൈദ്യർ രചിച്ച പ്രണയകാവ്യം ഏതാണ്? മോയിൻകുട്ടി വൈദ്യർ രചിച്ച പ്രണയകാവ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബദറുൽ മുനീർ ഹുസൈനുൽ ബദറുൽ മുനീർ ഹുസൈനുൽ മാപ്പിളപ്പാട്ടിലെ പച്ച മലയാളക്കാരൻ എന്നറിയപ്പെട്ടത്? മാപ്പിളപ്പാട്ടിലെ പച്ച മലയാളക്കാരൻ എന്നറിയപ്പെട്ടത് പുലിക്കോട്ടിൽ ഹൈദറാണ്. പുലിക്കോട്ടിൽ ഹൈദർ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ഏതാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂര്. ലോക ഫോക്ലോർ ദിനമായി ആചരിക്കുന്നത്? ലോക ഫോക്ലോർ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, ഓഗസ്റ്റ് 22-ന്. മതിലേരിക്കന്നി ഏത് വിഭാഗത്തിൽ പെടുന്നു? മതിലേരിക്കന്നി ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഒറ്റപ്പാട്ടുകളിൽ പെടുന്നതാണ് മതിലേരിക്കന്നി. മാപ്പിളപ്പാട്ടുകളിലെ വൃത്തരീതി ഏതാണ്? മാപ്പിളപ്പാട്ടുകളിലെ വൃത്തരീതിയാണ് ഇശല്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആണ്, അയ്യങ്കാളിയാണ്. തെയ്യം എന്ന കലാരൂപം താഴെ പറയുന്നവയിൽ ഏത് ജില്ലയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? തെയ്യം എന്തുമായിട്ടാണ്, ഏത് ജില്ലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കണ്ണൂരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കൂടിയാട്ടത്തിന്റെ ലക്ഷണ ഗ്രന്ഥങ്ങളാണ് ആട്ടപ്രകാരം, ക്രമദീപിക. ഇവ എഴുതിയത് ആരാണ്? കൂടിയാട്ടത്തിന്റെ ലക്ഷണ ഗ്രന്ഥങ്ങളായ ആട്ടപ്രകാരം, ക്രമദീപിക ഇവ എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ആണ്, അതുലനാണ് എഴുതിയത്. ആട്ടപ്രകാരവും ക്രമദീപികയും എഴുതിയത് അതുലനാണ്. ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്നത് ആരുടെ പുസ്തകമാണ്? ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്നത് ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻ ആരുടെയാണ്? പി കെ ബാലകൃഷ്ണന്റേതാണ്. പി കെ ബാലകൃഷ്ണന്റേത്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഏതാണ്? കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം രാജവംശം മാത്രമേ ഉള്ളൂ. അതേതാണ്? ഓപ്ഷൻ ബി ആണ്, അറയ്ക്കലാണ്. അറയ്ക്കല്. പെരുമാൾ തിരുമൊഴിയുടെ കർത്താവ് ആരാണ്? പെരുമാൾ തിരുമൊഴിയുടെ കർത്താവ് ആര്? കുലശേഖര ആൾവാറാണ്. പെരുമാൾ തിരുമൊഴിയുടെ കർത്താവ് കുലശേഖര ആൾവാറാണ്. പുലേപ്പേടി, മണ്ണാപ്പേടി, പറയപ്പേടി എന്നീ അനാചാരങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി ആര്? പുലപ്പേടിയും മണ്ണാപ്പേടിയും പറയപ്പേടിയൊക്കെ നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ സി ആണ്, ഉമയമ്മ റാണിയാണ്. ആരാണ്? ഉമയമ്മ റാണി. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി ആണ്, എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ 40 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇതുപോലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെക്കുക. അതുപോലെ തന്നെ ഇനിയും നമ്മുടെ ചാനലിൽ വീഡിയോ ക്ലാസ്സുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് എടുക്കാനും മോഡൽ എക്സാംസ് എടുക്കാനും ഒക്കെ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.